ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി അതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഭേദമിണ്ടാവതല്ല. മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അതു തോന്നായ വേണം. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നീണമേ വരദ നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്നത്തെ മക്കളൊക്കെ ഓരോ പേരുകൾ തന്ന് അന്നെന്നുള്ളത് അങ്ങ് പറയാമെന്ന് കരുതുന്നു. ഇതിൽ പേര് തരാത്ത മക്കൾക്കും ഇതുപോലെ എല്ലാവർക്കും ഇവിടെ ഒന്നുപോലെയാണ്. ഇവിടെ ഒന്നിനും പ്രത്യേകതയില്ല. എല്ലാം സമദൃഷ്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. രാധ, ശിവാനന്ദൻ, വിലാസിനി വലിയപറമ്പിൽ, ബിന്ദു പ്രദീപ്, ബിന്ദു വേലായി എന്ന് എഴുതിയേക്കുന്നു. ഇനി ബിന്ദു വിളയിലാണോ അതറിയാൻ വയ്യ. ബിജി ബിജു, ഗീതാ നായർ, താര മനോജ്, നിർമ്മല പവിത്രൻ, വിഷ്ണുപ്രിയ, സ്മിത, ശ്രീലക്ഷ്മി, ശ്രീ എന്നെഴുതിയേക്കുന്ന ശ്രീലക്ഷ്മി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേര് തരാത്ത മക്കൾക്കും എല്ലാവർക്കും എന്താ പ്രാർത്ഥിക്കുക? ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുക, ശാന്തി സമാധാനം ഉണ്ടാകണം. എല്ലാവർക്കും ഭക്തി വരുമ്പോൾ തനിയേ ശാന്തതയുണ്ടാവും, അപ്പോൾ സമാധാനം ഉണ്ടാവും. എല്ലാവർക്കും നന്മ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രഹ്ലാദ സ്തുതിയാണ്. ഭഗവാൻ നരസിംഹമൂർത്തിയായിരിക്കുന്ന നാരായണനെ, അതായത് നാരായണനാണല്ലോ ഭഗവാൻ നരസിംഹമായിട്ട് വന്നത്, പരമാത്മാവായ നാരായണ ഭഗവാൻ. അപ്പോൾ അതിനെ എല്ലാവരും ചെന്നിട്ട് ഭയന്ന് പിന്മാറി. ദേവിയൊക്കെ അത്രമാത്രം ഭയങ്കര ദേഷ്യത്തോടിരിക്കുകയല്ലയോ ഹിരണ്യകശിപുവിനെ വധിച്ചിട്ട് ഭഗവാൻ. അങ്ങനെ ആ ബ്രഹ്മാവ് കുഞ്ഞിനെ പറഞ്ഞു വിട്ടു. പ്രഹ്ലാദൻ തന്നെ പ്രാർത്ഥിച്ചു. ഭഗവാൻ നന്നായി സ്നേഹിച്ചു കുഞ്ഞിനെ, തടവി എല്ലാം ചെയ്തിട്ട് വരങ്ങളൊക്കെ കൊടുത്ത്, എന്താ മന്വന്തരം വാഴുക നീയും മഹാമതേ നിർമ്മലാത്മാവേ ലഭിക്കാൻ പുരുഷാർത്ഥം. നമ്മളൊരു മനുഷ്യജന്മെടുക്കുന്ന പുരുഷാർത്ഥം സാധിക്കാൻ ആ കുഞ്ഞിന് പുരുഷാർത്ഥം കൊടുത്ത് ആ അവിടെ ഹിരണ്യകശിപുവായിരുന്നു രാജാവ്. കുട്ടിക്ക് അഭിഷേകം ചെയ്ത് ആധിപത്യം കൊടുത്ത് ഭഗവാൻ. എന്നിട്ട് അവസാനം ഇവിടെ പറയുന്നു, നിന്നുടെ അതായത് എല്ലാവരും ലോകത്ത് മാമുനിമാരും എല്ലാം അവരവരിലിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന പരബ്രഹ്മത്തെ അറിയാതെ എവിടേക്കോ ഉണ്ടെന്നും പറഞ്ഞ് കരുതി നടക്കുന്നു. ബ്രഹ്മാദികൾ, അതായത് മാമുനിമാർ പോലും ഇങ്ങനെയാകുന്നു. സാക്ഷാൽ പരബ്രഹ്മമൂർത്തി സർവാത്മകൻ മോക്ഷതനാണ്, എങ്ങും പരിപൂർണനാണ്. എന്നാലും അത് ഉള്ളിൽ അറിയാതെ കണ്ട് ഇവിടെ മാമുനിമാരും മറ്റുള്ളവരൊക്കെ എവിടേക്കോ തിരയുന്നു പരബ്രഹ്മത്തെ കാണാൻ വേണ്ടി.
നമ്മുടെ ഉള്ളിൽ അകവും പുറവും ഇരിക്കുന്ന പരമാത്മാവിനെ തേടി നടന്നാൽ കിട്ടൂ. ബ്രഹ്മാദികൾക്കും അവർണ്യം മഹാപൂജ്യം നിർമ്മലൻ മായാമനുഷ്യനായി കൃഷ്ണനായി നിന്നുടെ ബന്ധുവായി, അതായത് നമുക്കെല്ലാം ബന്ധുവാണ്. ഇവിടെ ഇപ്പോൾ ആർക്കാണ് ബന്ധുവെന്ന് ശ്രീശുക മഹാമുനി പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷിത് മഹാരാജാവിന് ഈ കഥ പറഞ്ഞിട്ട് ഭഗവാൻ നാരായണൻ നിന്നുടെ ബന്ധുവായി, അതായത് അർജുനൻ്റെ കൊച്ചുമകനോ അങ്ങാണ്ടാണല്ലോ പരീക്ഷിത് മഹാരാജാവ്. അപ്പോൾ ഭഗവാൻ അവിടെ കൃഷ്ണനായിട്ട് വന്നത് അവിടെ അവരുടെ ഭഗവാന്റെ അപ്പച്ചിയാണ് അർജുനൻ്റെ അമ്മ. അപ്പോൾ അവിടെ നിന്നുടെ ബന്ധുവായി വന്നിട്ടു എന്നു അവിടെ. അപ്പം നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ബന്ധു തന്നെയാണ്. പക്ഷേ അപ്പോഴവിടെ പറഞ്ഞു കൊടുക്കുന്നത് നിന്നുടെ ബന്ധുവായി വിഷ്ണുവാകും കൃഷ്ണനെന്ന് നമുക്ക് പ്രസാദിക്കുക വേണമേ. അങ്ങനെ നിൻ്റെ ബന്ധുവും കൂടാണ്. അതാരോട് പറയുന്നു? പരീക്ഷിത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷിത് മഹാരാജാവിൻ്റെ ബന്ധുവാ ഭഗവാന്റെ അളിയനോ അങ്ങാണ്ടാണ് അർജുനൻ്റെയൊക്കെ മകൻ്റെ മകനോ അങ്ങാണ്ടാണ് ഈ പരീക്ഷിത് മഹാരാജാവ്. ഇവിടെ നമ്മളെന്ത് ചിന്തിക്കണം? നമ്മുടെ ബന്ധുവും എല്ലാം എന്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നു അതാണ് ഭഗവാൻ. ബന്ധുവോ മകനോ അതോ ഇനി മാതാവോ പിതാവോ, നമുക്ക് അമ്മയായിട്ടോ അച്ഛനായിട്ടോ എല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഭഗവാൻ നമ്മുടെ ബന്ധുവായിട്ട് നമുക്ക് കരുതാം. അതുകൊണ്ട് പ്രസാദിക്ക വേണമേ. കൃഷ്ണനായി വിഷ്ണുവായുള്ളവർ ഇവൻ മുന്നം സ്ഥാണുവാം ഈശ്വരൻ്റെ കീർത്തി വർദ്ധിപ്പിച്ചു. പരമേശ്വരനാണ് ഇവിടെ സ്ഥാണുവാം ഈശ്വരൻ. അപ്പോൾ പരമേശ്വരൻ്റെ കീർത്തി എങ്ങനെയാണ് ഭഗവാൻ നാരായണൻ വർദ്ധിപ്പിച്ചത്? അതെങ്ങനെയാണെന്ന് ഇവിടെ മുനിയെടുത്ത് പരീക്ഷിത് മഹാരാജ ചോദിക്കുന്നു. എനിക്കിത് അറിയണം. കൃഷ്ണനായി വിഷ്ണുവായുള്ളവർ ഇവൻ മുമ്പ് സ്ഥാണുവാം ഈശ്വരൻ്റെ കീർത്തി വർദ്ധിപ്പിച്ചു എന്നൂടെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഭഗവാൻ അങ്ങനെയുള്ള ആളാണ് എന്ന് പറഞ്ഞപ്പോൾ മയനാലിതെന്ന് ഇത് കേൾക്കണമെന്ന് നൃപേന്ദ്രനും. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ കഥ എനിക്ക് അറിയണം. എങ്ങനെയാണ് കീർത്തി വർദ്ധിപ്പിച്ചത്? അങ്ങനെ വന്ദിച്ച് ചോദിച്ചു മുനീന്ദ്രനോട്. അപ്പോൾ മുനീന്ദ്രനും നന്ദിച്ചു തൽവൃത്തമെല്ലാം ആരോട് ചെയ്യുന്നു അതെങ്ങനെയാണെന്ന് എനിക്കറിയണം മഹാമുനി എന്ന് വന്ദിച്ചപ്പോൾ ശ്രീശുക മഹാമുനിയും അതുപോലെ നന്ദിച്ച് സന്തോഷമായിട്ട് ആ കഥ പറയുന്നത് ത്രിപുര ദഹനം എന്ന് പറയുന്നത് 3 1 2 3 അല്ലെങ്കിൽ പ്രഥമ ദ്വിതീയ തൃതീയ. എങ്ങനെ നോക്കിയാലും 3 എന്ന് പറയുമ്പോൾ അവിടെ 3 എന്നർത്ഥം. പുരം എന്ന് വെച്ചാൽ അവനവൻ്റെ ഇപ്പം വീട്, ഭവനം അല്ലെങ്കിൽ മാളിക, എന്തുമായാലും പുരമാണല്ലോ. പുരത്തിന് പല വീട്ടിന് ഭവനമൊന്നും എല്ലാം ഉണ്ട്. അപ്പോൾ ദഹനം, ദഹിപ്പിക്കുക. ത്രിപുര ദഹനം, 3 പുരങ്ങളെ ദഹിപ്പിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അത് എന്താണെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞുതരാനൊന്നും അറിയത്തില്ലാത്തതാണെന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതങ്ങനെ അങ്ങ് വായിക്കാറില്ല ഞാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വായിച്ച് നോക്കിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഞാനിത് പണ്ടേ മക്കളോടെല്ലാം പറഞ്ഞിട്ട് ഞാനൊരു LKG UKG അപ്പുറം ഇല്ല, അറിവില്ല, അങ്ങനെയുള്ള ജ്ഞാനം എനിക്ക് വന്നിട്ടില്ല. ഞാൻ സ്വന്തമായി തന്നെ എൻ്റെ ഉള്ള അല്പാൽപ അറിവ് അത് ഞാൻ മക്കൾക്ക് പറഞ്ഞുതരാം. പണ്ടു ദേവാസുരയുദ്ധമുണ്ടായ നാൾ കുണ്ഠരായി തോറ്റാരാസുരരതുകാലം ഉള്ള ഓരോ വരിക്കുള്ള അർത്ഥം പറഞ്ഞുതരാം. പണ്ട് ദേവന്മാരും അസുരന്മാരുടെ യുദ്ധമുണ്ടായപ്പോൾ അസുരന്മാർ തോറ്റുപോയി, അങ്ങനെ വിഷമിച്ച് കുണ്ഠരായി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ചെന്ന് മയനെ അപേക്ഷിച്ചത് അന്ന് മയൻ മഹാമായയാൽ ആരുമേ കാണാതെ വൈമാന തുല്യം അസുരകൾ മാനസ ചിന്തയെ പോലെ നടന്നിടും. അങ്ങനെ മയൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. തോറ്റപ്പോൾ അസുരന്മാർക്ക് വിഷമം വന്ന് ദേവന്മാർ ജയിച്ചു, അസുരന്മാർ തോറ്റ്. അങ്ങനെ മയനെ പോയി അപേക്ഷിച്ചപ്പോൾ മയൻ എന്ത് ചെയ്തു? മയൻ്റെ മഹാമായ കൊണ്ട് ആർക്കും കാണാൻ പറ്റാത്ത അത്രമാത്രം അതായത് അയാളുടെ മായ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുമ്പോൾ ദേവന്മാർക്ക് ഇവരെ കാണാൻ പറ്റത്തില്ല, മറഞ്ഞു നിന്നളയും, ഒരു രക്ഷയും കാണത്തില്ല. അങ്ങനെ വൈമാന തുല്യം അസുരകൾ, വൈമാനികൻ എന്ന് പറയുന്നത് പൈലറ്റിനെയാണ് പറയുന്നത്. അപ്പോൾ വൈമാന തുല്യം വെച്ചാൽ അവർ ആകാശത്തൂടെ എവിടെ കൂടെ പോയാലും അവർക്ക് ഈ മറ്റാരും ദേവന്മാർ വരെ കണ്ടുപിടിക്കത്തില്ല. അത്ര മായാവിയായുള്ള മയൻ്റെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ ഇവർക്ക് കൊടുത്ത്, അതുകൊണ്ട് ഇവർ ആരും കാണാം. അവരിൽ നിന്ന് വിഷമിച്ച് പറഞ്ഞു ഈ മയനോട്, മയന് നല്ല മായാവിദ്യയാണ്. അപ്പോൾ അയാൾക്കുള്ള മായ ഇവർക്ക് കൊടുത്തപ്പോൾ അവരെന്തൊക്കെയോ ചെയ്തു വെച്ചപ്പോൾ ആർക്കും അസുരന്മാരെ ദേവന്മാർക്ക് കാണാൻ പറ്റാതായി. പിന്നെ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനെ വൈമാന തുല്യം, അതായത് അസുരകൾക്ക് ആകാശത്തൂടെയൊക്കെ എതിലെക്കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയും പോകാം. അങ്ങനെയാണെന്ന് എൻ്റെ അറിവ്, അതെനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. അങ്ങനെ അവരുടെ മാനസ ചിന്ത പോലെ നമ്മുടെ മനസ്സുകൊണ്ട് ഞാനിപ്പോൾ അമേരിക്ക പോകുന്നു, മനസ്സുകൊണ്ട് ചിന്തിച്ച് അവിടെ അങ്ങ് എത്തി.
അല്ലെങ്കിൽ ലണ്ടനിൽ പോകുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുന്നു, അത് ഉടനെ നമുക്കവിടെ ചിന്തിച്ചതുപോലെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലെ കാണാൻ കഴിയത്തില്ലല്ലോ. അതുപോലെ ഇവർക്ക് എവിടെ വേണേലും അങ്ങ് പോകാം, ആരും കാണത്തില്ല. നമ്മുടെ മനസ്സ് പോയാൽ കാണാത്തത് പോലെ ഇവർക്ക് ശരീരം കൊണ്ട് പോകാം, പക്ഷേ ദേവന്മാർ കണ്ടുപിടിക്കത്തില്ല, മായ കൊണ്ട്. അങ്ങനെ മാനസ ചിന്തയെ പോലെ നടന്നിടും. ദിവ്യപുരം സുവർണത്താൽ രജതത്താൽ മൂന്നാമതാം ഇരുമ്പാൽ അതും നൽകിനാൻ. അങ്ങനെ നല്ല ദിവ്യപുരം, നല്ല മനോഹരമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന വീടുകൾ ഇവർക്ക് കൊണ്ടായി കൊടുത്തു. എന്നുവെച്ചാൽ മാളികകൾ, വെറും വീടെന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല, അവരുടെയൊക്കെ മാളികകൾ. അതെങ്ങനെയാണ്? സുവർണം കൊണ്ടും, അതായത് സ്വർണോ രത്നോ, അങ്ങനെ രജതത്താലും സുവർണത്താലും മൂന്നാമതോ ഇരുമ്പ് കൊണ്ടും അങ്ങനെ നൽകി. 3 പുരം, ത്രിപുര ദഹനമെന്നല്ലേ നമ്മൾ വായിച്ച. അപ്പോൾ ത്രിപുര വെച്ചാൽ 3 പുരം. എങ്ങനെയൊക്കെ? 3 രീതിയിൽ രത്നവും സ്വർണവും ഒക്കെ ആയിരിക്കും. രജതവും സുവർണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണെന്നാണ് തോന്നുന്നത്, എനിക്ക് തീർത്തും അറിയത്തില്ല, എങ്കിലും എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ മൂന്നാമത്തെ വീട് ഇരുമ്പ് കൊണ്ടാണ് ചെയ്തത്. ഇരുമ്പാലതും നൽകിനാൻ. ആർക്കാണ്? ഈ മായാവി, മയൻ എന്ന് പറഞ്ഞ മായാവി ഉണ്ടാക്കി അസുരന്മാർക്ക് കൊടുത്തു. അവിടെ ഇരുന്ന് എവിടെ വേണേലും പോവുകയും അവിടെ നിന്ന് ഇഷ്ടാനുസരണം ജീവിക്കുകയും ഒക്കെ ചെയ്യാം. ദേവന്മാരെ ഭയക്കണ്ടല്ലോ, ദേവന്മാരെ ഒന്നും ചെയ്യത്തില്ല, ദേവന്മാർക്ക് അവരെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ നൽകിനാൻ. ആരാണ്? യമൻ, അല്ല മയൻ. യമൻ കാലനല്ലേ, മയൻ തിരിഞ്ഞു പോയി. യമനും മയനും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അക്ഷരം മാറ്റാനല്ലേ ഉള്ളൂ. എനിക്കിങ്ങനെയൊക്കെയാ, വയസ്സൊത്തിരി ആയില്ലേ മക്കളെ, ചിരിക്കല്ലേ നിങ്ങൾ, എനിക്ക് ചിരി വരും. അതുകൊണ്ട് നിങ്ങൾ ചിരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ എനിക്ക് ചിരി വരുന്നത്. അതുകൊണ്ട് ഇവിടെ സുവർണത്താലും രജതത്താലും മൂന്നാമതാ ഇരുമ്പാലതും നൽകിനാൻ 3 പുരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്. വിചാരിക്കുമ്പോൾ ഉണ്ടാവും, മായയില്ലയോ? ആയതിലേറി നടന്നാരസുരരും മായയാ യുദ്ധത്തിൽ ഓടി ദേവാന്വയം. അപ്പോൾ ഈ മായ കണ്ടപ്പോൾ ഇവർക്ക് വല്ല രക്ഷയുണ്ടോ? അവർക്ക് എവിടെ ഇരുന്നും ദേവന്മാരെ ഉപദ്രവിക്കാം. അതായത് അവരെ ആരും കാണത്തില്ല, ദേവന്മാരെ കണ്ടെങ്കിലല്ലേ അവരെ തിരിച്ചു ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതെന്തോ മറിമായം ഉണ്ടെന്ന്. അങ്ങനെ ദേവന്മാരെന്ത് ചെയ്തു? ആയതിലേറി നടന്ന രാസുരന്മാർ ഈ ഭവനങ്ങളിലെല്ലാം കയറി ഇറങ്ങി വേണ്ടുന്ന സമയത്ത് യുദ്ധം ചെയ്തും ദേവന്മാരെ അത്രമാത്രം ഉപദ്രവിച്ചിരുന്ന സമയത്ത് മായയാ യുദ്ധത്തിൽ ഓടി. അങ്ങനെ ഈ മായാ യുദ്ധമായെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഓടി ദേവന്മാരെല്ലാം ഓടി എവിടെ ചെന്നു? നിൽക്കരുതാതെ വിരിഞ്ചനും ഒന്നിച്ച്. അവർക്ക് നിൽക്കപ്പുറതിയില്ല ദേവന്മാർക്ക്. എവിടുന്നാണ് ഈ ഇവിടെ യുദ്ധങ്ങൾ എതിലേ വരുന്നെന്ന് അവർക്കൊരു പിടിയില്ല. അവർ ഓടി വിരിഞ്ചനടുക്കലേക്ക് ചെന്ന് വിരിഞ്ചനും, അങ്ങനെ വിരിഞ്ചൻ അതായത് ബ്രഹ്മാവും ഒന്നിച്ച്, വിരിഞ്ചനും ഒന്നിച്ച് മുക്കണ്ണരും മുകുന്ദൻ താനുമായി കൂടി. അപ്പോൾ മുക്കണ്ണനാന ആരാ? പരമശിവൻ. 3 തൃക്കണ്ണുള്ളവനാണ് ഭഗവാന് പരമേശ്വരൻ എന്ന് പേരിട്ടേക്കുന്നത്, അല്ല മുക്കണ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ പരമേശ്വരനും മുകുന്ദനാരാ? വിഷ്ണു, മഹാവിഷ്ണു. അങ്ങനെ വിരിഞ്ചനും അതായത് ബ്രഹ്മാവും പരമേശ്വരനും മുകുന്ദനും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് എന്തിന് വേണ്ടതെന്ന് ഓർത്തു സംഭാവിച്ചു. അവരെന്താ സംസാരിക്കുന്നത്? അവർ ഓർക്കുന്നത് എന്താ ഇതിനൊരു മാർഗം? ഇങ്ങനെ അവർ 3 പേരും കൂടെ മുക്കണ്ണനും, എൻ്റെ ഭഗവാനെ എല്ലാം തിരിഞ്ഞുകൊണ്ട് മുക്കണ്ണനും മഹാവിഷ്ണുവും ബ്രഹ്മാവും കൂടെ ഇനി ഇതെന്താ ഇതിനൊരു പോംവഴി എന്ന് അത് സംഭാവിച്ചു. അന്ധകാരാദിയോട് എന്ത് എന്ന് കേട്ടപ്പോൾ, അന്ധകാരാദി അതെല്ലാം കേട്ടപ്പോൾ അന്ധകാരാദി ആരാ? മുക്കണ്ണൻ തന്നെ. പരമേശ്വരൻ ഇനി എന്താന്നുള്ള കേട്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്താ പറയുന്നത് അന്ധകാരാദി പരമേശ്വരൻ കേട്ടപ്പോൾ എല്ലാം നനച്ചു പരമേശ്വരൻ ചൊന്നാൻ. അത് ഈ 3 പേരും കൂടെ ഇങ്ങനെ സംഭാവിച്ചു, ഇതിനെ ഒത്തുതീർപ്പാക്കി. അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ പറയുന്നു, ചൊന്നാൻ കൊല്ലുവൻ ഞാൻ ധനുജന്മാരെ വേഗം എന്നുല്ലാസമോടുടൻ വില്ലും ധരിച്ചു വൈമല്യമാം അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചുതേ. അങ്ങനെ ഭഗവാൻ രണ്ടും കൽപ്പിച്ച് വില്ലൊക്കെ കൊണ്ടെടുത്ത് അസ്ത്രശസ്ത്രങ്ങൾ അങ്ങ് വർഷിച്ചു. എങ്ങനെയാണ് വർഷിച്ചത്? സൂര്യരശ്മി പ്രായം അസ്ത്രങ്ങളേൽക്കയാൽ. അപ്പം സൂര്യരശ്മി പ്രായം അസ്ത്രങ്ങൾ എങ്ങനെയാണ്? സൂര്യരശ്മി നമുക്കറിയാം, ഇങ്ങനെ തിളങ്ങി ഒത്തിരി ഒന്നിച്ച് നമ്മൾ മഴകൾ ഇങ്ങനെ പറവറാ വീഴുമ്പോൾ ഒരുപാട് അടുക്കിടക്ക് വീഴുന്നത് പോലെ സൂര്യരശ്മി അങ്ങനെ ആണല്ലോ, തിളങ്ങി ഒരുപാടങ്ങ് തോന്നിക്കുമല്ലോ. അതുപോലെ അങ്ങ് വർഷിച്ച് എവിടെയെങ്കിലും ചെന്ന് കെട്ടിട്ടെന്നും പറഞ്ഞ്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആണല്ലോ, ഒരു പാകം നോക്കിയാണല്ലോ. അപ്പോൾ ഒരുപാടങ്ങ് വർഷിക്കുമ്പം പകുതിയും അവരുടെ ദേഹത്ത് കൊള്ളും, പകുതിയൊക്കെ അങ്ങ് വെളിയിൽ പോകും, കാരണം കാണുന്നില്ലല്ലോ. ഒരു ഊഹം അല്ലെ, തുണി കണ്ണി കെട്ടി ചിലരെങ്ങനെ ചിലപ്പം പട്ടാഭാഗം കൊണ്ട്
എല്ലാം അവർ ചെയ്യും. ഒരു കലം ഉടയ്ക്കണം എന്ന് പറഞ്ഞാൽ മുണ്ടും കെട്ടി ചെന്നൊരു വടി കൊണ്ട് അടിച്ചാൽ അത് കറക്റ്റ് ആയിരിക്കും. അതുപോലെ ഭഗവാനും അങ്ങനെ നിശ്ചയമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സൂര്യരശ്മി പോലെ അങ്ങ് വർഷിച്ചു. എന്താ? അസ്ത്രങ്ങൾ. രശ്മി പ്രായം അസ്ത്രങ്ങൾ ഏൽക്കയാൽ പാരം പരവശപ്പെട്ട അസുരാന്വയം. അപ്പോഴും അവർക്ക് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ ഇത്ര അങ്ങ് വർഷിച്ചപ്പോൾ അവർക്ക് തട്ടി. ആർക്കാ? അസുരന്മാർക്ക്. അപ്പോൾ അവർക്ക് പരവശരായി. എന്നിട്ട് എന്ത് ചെയ്യും? അസുരാന്വയം എന്ന് ചെന്ന് യമനെ ശരണം ഗമിച്ചു. വീണ്ടും അവർ 3 കെട്ടിടങ്ങളെല്ലാം ഭവനങ്ങളെല്ലാം, അതായത് മാളിക വെച്ച് കൊടുത്തു. മയൻ്റെ എല്ലാ രീതിയിലായാലും എല്ലാം നോക്കുന്നു. എന്നിട്ട് പരമേശ്വരൻ ഇങ്ങനെ അതായത് സൂര്യരശ്മി പോലെ അങ്ങ് വർഷം ആയിട്ട് അങ്ങ് ഇട്ടുകൊടുത്ത ഈ അസ്ത്രങ്ങളെല്ലാം അപ്പോഴവർക്ക് പരവശരായി ചെന്ന് മയനോടത് വീണ്ടും അപേക്ഷിക്കുന്നു. എന്താ വേണ്ടേ എന്ന്. അന്നേരം ചെന്ന് മയനെ ശരണം ഗമിച്ചതങ്ങ് അന്നേരം ആശു മയൻ മായയാൽ ഇത് യായൊക്കെ പറയാൻ വലിയ പടം. മയൻ മായയാൽ. അപ്പം മയനായ അസുരൻ മായ കൊണ്ട് നിർമ്മലമാം അമൃത തടാകത്തെയും, ഒരു തടാകം. അമൃത് ചെന്ന മരിച്ചവരും ജീവിക്കും, അതാണ് അമൃത്. അപ്പം അമൃത് കൊണ്ടൊരു തടാകം ഉണ്ടാക്കി മായ കൊണ്ട്. ആരാണ്? മയൻ. നിർമ്മലമായിരിക്കുന്ന അമൃത തടാകത്തെയും തൻ മായയാ തീർത്ത് അരികൾക്ക്. അദൃശ്യം എന്ന് വെച്ചാൽ കാണാത്തെ, അദൃശ്യം. അത് മായയാ തീർത്ത അദൃശ്യം അരികൾക്കും. അരികളാരെ? അവരുടെ ശത്രുക്കൾ, ദേവന്മാർ. അപ്പം അരികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അസുരന്മാർക്ക് ദേവന്മാരാണ് ശത്രുക്കൾ. അരികൾക്ക് അദൃശ്യം എന്ന് വെച്ചാൽ കാണാതിരിക്കാൻ. ഈ തടാകം ആരും കാണാതിരിക്കത്തക്കവണ്ണം അദൃശ്യമായിട്ടാണ് നിർമ്മലമായിരിക്കുന്ന അമൃത തടാകം ഉണ്ടാക്കിയേക്കുന്നത്. ദേവന്മാരായ അരികൾക്ക് ആർക്കും കാണത്തില്ല, അദൃശ്യമാണ്. അവിടെ അസുരന്മാർക്ക് മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ വന്ന് അവരങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് ആരുമേ വന്ന് കടക്കാതിരിപ്പാനും ഉറപ്പിച്ച് കാക്കും അസുരരും. ആരും അവിടെ ചെല്ലാതിരിക്കാൻ വേണ്ടി അവിടെ കാവൽക്കാരുണ്ട് അസുരന്മാർ. അപ്പോൾ ഈ തടാകത്തിൽ ആരും ചെല്ലുമോ? കാവൽക്കാരായിട്ട് നിൽക്കുകയല്ലേ. അപ്പോഴെന്ത് വന്നു? ഈ അമൃത തടാകം ആയതുകൊണ്ട് ചത്ത അസുരന്മാരെല്ലാം ആ വെള്ളത്തിൽ മുക്കിയാൽ ജീവിക്കുക. അതാണ് ഇനി വായിക്കാൻ പോണത്. ചത്തോരസുരരെയൊക്കെ മായാ ജലേ താഴ്ത്തിയിടും. അപ്പോൾ കഠിന ശരീരയായി മേഘ ഗംഭീരേണ ശബ്ദിച്ചു. മിന്നൽ പോൽ ആഘോഷമോട് വന്ന് ആഹവം ചെയ്ത് അത് കണ്ട്. ആര് കണ്ടു? ശിവൻ. എന്താ? ചത്ത. കാരണം ഭഗവാൻ അവിടെ ഓരോരുത്തരെയും നന്നായി അസുരന്മാരെ കൊല്ലുന്നുണ്ട്. പക്ഷേ ഭഗവാൻ വിചാരിക്കുന്നതെല്ലാം ചത്ത് കിടക്കുവാണെന്ന്. ഈ മായാവികൾ എന്ത് ചെയ്യുന്നു? അവർ ഈ ചത്തോരെ കൊണ്ടുവന്ന് ഈ വെള്ളത്തിൽ മുക്കി ജീവിപ്പിക്കുക. അപ്പം ചത്തോരസുരരെയൊക്കെ മായാജലെ, ഈ നിർമ്മലമായിരിക്കുന്ന അമൃത തടാകമാണ്. അപ്പോൾ അമൃത് ജീവിപ്പിക്കുന്നതാണ്. അമൃത തടാകം എന്ന് വെച്ചാൽ ആ തടാകം അമൃത കൊണ്ടുള്ള ജലമാണെങ്കിൽ മരിച്ചവരെല്ലാം ജീവിക്കുന്നു. എങ്ങനെ ജീവിക്കുന്നു? ഉള്ള ശക്തി അല്ല പിന്നെ വരുന്നത്. അവിടെ താഴ്ത്തുമ്പോൾ കഠിന ശരീരരായി വരുന്നു. അതിഭയങ്കരമായ ശക്തിയോടുകൂടിയാണ് വരുന്നത്. എന്നിട്ടോ മേഘഗംഭീരേണ, മേഘങ്ങളുടെ സൗണ്ട് പോലെ ശബ്ദിച്ച്, അത്ര അതിഭയങ്കരമായ സൗണ്ടോടുകൂടിയും അതിശക്ത കഠിനമായ ശരീരത്തോടുകൂടി മിന്നൽ പോലെ ആഘോഷമോട് വന്ന് ആഹവം ചെയ്ത് അത് കണ്ടു ഭഗവാൻ ശിവൻ. അവരുടെ ആഘോഷം അത്രമാത്രം ശക്തിയായിട്ട്, അത്ര സൗണ്ടോടുകൂടി അതിഭയങ്കരമായ മേഘനാദം പോലെ വന്ന് ശക്തി കൊണ്ട് വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഭഗവാൻ ശിവന് സന്തോഷം കുറഞ്ഞ. അത് കണ്ടു മുകുന്ദൻ. ഭഗവാൻ ശിവന് സന്തോഷം പോയി. എന്താ കാരണം? ഭഗവാൻ എത്രമാത്രം അസ്ത്രങ്ങൾ അയക്കുന്നു, വല്ല രക്ഷയുണ്ടോ? ഭഗവാൻ അറിയുന്നു ഇവരെല്ലാം വീണ്ടും ജീവിക്കുന്നു, അതിശക്തിയോടുകൂടി എഴുന്നേൽത്ത് വരുന്നു, ഗംഭീരമായിട്ട് വരുന്നതൊക്കെ അറിഞ്ഞു ഭഗവാൻ. അറിഞ്ഞപ്പോൾ ഭഗവാന് സന്തോഷം പോയി. സന്തോഷം കുറഞ്ഞപ്പോൾ ആര് കണ്ടു? ഭഗവാൻ വിഷ്ണു. അത് കണ്ടു മുകുന്ദൻ എന്ത് ചെയ്തു? വിരവോട് മായയാ താനൊരു ഗോരൂപവും പൂണ്ട്. അങ്ങനെ ഭഗവാനും ഉണ്ടൊരു മായ. ഭഗവാൻ ശിവന് ആ തൊഴിലില്ല. ഇവിടെ 3ആയിട്ട് വന്നേക്കുന്ന ഭഗവാൻ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ വന്നെങ്കിൽ വിഷ്ണുമായ ഭഗവാൻ മുകുന്ദനേ ഉള്ളൂ, മഹാവിഷ്ണുവിനേ ഉള്ളൂ. പക്ഷെ പരമേശ്വരൻ സംഹാരമൂർത്തിയാണ്, അദ്ദേഹത്തിന് മായയൊന്നുമില്ല. മായയെല്ലാം മഹാവിഷ്ണുവിനാണ്, വിഷ്ണുവിൻ്റെ മായാശക്തിയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തത് കണ്ട്? ഭഗവാൻ ശിവൻ ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ച് എന്നുവെച്ചാൽ എന്താ? സന്തോഷം കുറഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? വിഷമമല്ലേ? അപ്പോൾ ഭഗവാൻ മുകുന്ദൻ വിരവോട്, മുകുന്ദൻ വെച്ചാൽ വിഷ്ണു, മഹാവിഷ്ണു ഇത് കണ്ട് വിരവോട് മായയാ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ഗോരൂപം പൂണ്ട്, ഒരു പശുവായിട്ട് ചെന്ന്. ആരുമായിട്ടാ? ഒരു കുട്ടി, ഗോവത്സ. ആരാ? പത്മജൻ. താമരയിൽ ജനിച്ചവനാണ് പത്മജൻ ബ്രഹ്മാവ്.
ബ്രഹ്മാവ് താനൊരു വത്സമായും പുറപ്പെട്ടു. അപ്പോൾ പശുവും കുട്ടിയും കൂടെ. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പശുവും പശുക്കുട്ടി വത്സം വെച്ചാൽ കുട്ടിയായിട്ട് ബ്രഹ്മാവും കൂടെ എന്ത് ചെയ്തു? ചെന്നു മയൻ്റെ മായ ജലവാപിയിൽ നിന്ന് ജലപാനവും തുടങ്ങിയിടിനാൻ. പശുവും കുട്ടിയും കൂടെ ചെന്ന് ബ്രഹ്മാവും ഭഗവാൻ മഹാവിഷ്ണുവോട് ചെന്ന് വാപി വെച്ചാൽ തടാകം അല്ലെങ്കിൽ കുളം എന്തെങ്കിലും ആവട്ടെ, ആ തടാകത്തിൽ പോയി വെള്ളമെല്ലാം മായാ ജലവാപിയിൽ നിന്ന് ജലപാനവും തുടങ്ങി. പശുവും കുട്ടിയും കൂടെ ചെന്ന് വാപിയിൽ പോയി വെള്ളമെല്ലാം കുടിച്ചിട്ട് എന്ത് വന്ന്? നാരായണൻ തൻ്റെ മായാ ബലത്തിനാൽ വൈരികളായോരസുര ജനത്തിന് വെള്ളം ചെന്ന് മയൻ്റെ മായാജല വാപിയിൽ നിന്ന് ജലപാനവും തുടങ്ങിയിടിനാർ. നാരായണൻ തൻ്റെ മായാബലത്തിനാൽ വൈരികളായോരസുര ജനത്തിന് ബുദ്ധിയില്ലാതെ മോഹിച്ചു നിന്നിടിനാര സമയം. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഭഗവാൻ മായ ആണല്ലോ, മഹാവിഷ്ണു ഭയങ്കര മായയാണല്ലോ വിഷ്ണുമായ. ഭഗവാന്റെ മായയിൽ ചെന്നപ്പം ഈ പശുവായിട്ട് ചെന്നെങ്കിലും മായ അവിടെ പ്രയോഗിച്ചു. അതുകൊണ്ട് എന്ത് വന്ന്? വൈരികളായ അസുരന്മാർക്ക് ബുദ്ധിയില്ലാതെ മോഹിച്ചങ്ങ് നിന്ന് എന്തോന്നോ കണ്ടിട്ട് കാണാതെ മോഹം, അത് മന്ദബുദ്ധി കണക്കങ്ങ് നിന്ന്. എന്താ കാരണം? ഭഗവാന്റെ മായ വന്ന് അവിടെ ഇട്ടപ്പോൾ ഈ ബുദ്ധി കാണിച്ച മായാവികളായ അസുരന്മാരുടെ ബോധമൊക്കെ അങ്ങ് മന്ദീഭവിച്ചിട്ട് അവിടെ എന്തായിട്ട് വന്ന് മോഹിച്ചങ്ങ് നിന്ന്, എന്തൊക്കെയോ കണ്ണണക്കങ്ങ് നിന്നപ്പോൾ എന്തു വന്ന്? ആ സമയം ജലം ആ പശു സൂനുവും ഒത്തു കുടിച്ച് അറുത്തിങ്ങി പോകുന്നുണ്ട്. എങ്ങനെയാ? ആ സമയം നോക്കി ഇവരുടെ ഭഗവാന്റെ മായ കൊണ്ട് അവിടെ കാവൽക്കാരായി നിന്ന് അസുരന്മാർക്കെല്ലാം മന്ദീഭവിച്ച് മോഹിച്ച് എന്തോ കണ്ടില്ല കേട്ടില്ല രീതിയിൽ അവരങ്ങ് അറിയാതെ നിന്നുപോയി. അപ്പോഴെന്ത് വന്ന്? ആ സമയം നോക്കി ആ ജലമെല്ലാം ആ പശുവും, അതായത് മഹാവിഷ്ണു ആകുന്ന പശുവും ബ്രഹ്മാവാകുന്ന പശുക്കുട്ടിയും കൂടെ കുടിച്ചങ്ങ് തീർത്ത് അറുത്തിങ്ങി പോകുന്നു. എന്ന് വെച്ചാൽ തീർത്തിങ്ങി പോരുന്നു. എന്ത് പോന്നിട്ട്? യുദ്ധവും കണ്ടോ നിന്നിടിനാൻ മോദേന. അവിടെ ഭയങ്കര യുദ്ധം നടക്കുവാണ് പരമശിവനും അസുരന്മാരുമായിട്ട്. കാണുന്നില്ലെങ്കിലും ശരവർഷം പോലെ പൊഴിക്കുക പരമശിവൻ. അപ്പോഴും യുദ്ധം അത് സന്തോഷിച്ച് വെള്ളമെല്ലാം കുടിച്ച് തീർന്നാൽ പിന്നെ യവന്മാരെ ഇടകൊണ്ട് മുക്കും. മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കും? വെള്ളമെല്ലാം പശുക്കുട്ടിയും പശുകൂടെ കുടിച്ച് തീർത്തില്ലേ ഭഗവാന്റെ മായ. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ നേരത്തെ നമ്മൾ വായിച്ച് എങ്ങനെയാ സ്ഥാണുവാം ഈശൻ്റെ കീർത്തി വർദ്ധിപ്പിച്ചു, അതെനിക്ക് അറിയണം എന്ന് പരീക്ഷിച്ച് ചോദിച്ചത് ഇതാ കാരണം. അപ്പോൾ അതുകൊണ്ട് ഒത്തു കുടിച്ചങ്ങ് തീർത്ത് പോരുന്നപ്പോൾ യുദ്ധവും കണ്ടു നിന്നു പശുവും കുട്ടിയും കൂടെ എന്നത് നേരം. ആ സമയത്ത് അസുരവരന്മാരും ഖിന്നതയോട് അമ്മയനോട് അവസ്ഥകളെല്ലാം ചെന്നങ്ങ് അറിയിച്ച്. എന്താ? ചത്തോരെ ജീവിപ്പിക്കാൻ പറ്റുന്നില്ല, ഭാവിയിൽ തടാകത്തിൽ വെള്ളമില്ല, അമൃതവെള്ളം ഒന്നും കാണുന്നില്ല, അവിടെ വറ്റിപ്പോയി, എന്ത് ചെയ്യാനാ, ഇനിയിപ്പം മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കും എന്നെല്ലാം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു മയൻ? അപ്പം എന്നതു നേരം യുദ്ധവും കണ്ടു നിന്നിടിനാർ മോദേന. എന്നതു നേരം അപ്പോൾ സന്തോഷത്തോടെ പശുവും കുട്ടിയുടെ യുദ്ധവും കണ്ട് നിന്നപ്പോൾ എന്നതു നേരം അസുരവരന്മാരും ഖിന്നതയോട് മയനോട് അവസ്ഥകൾ ചെന്ന് ദുഃഖങ്ങളെല്ലാം ചെന്ന് പറഞ്ഞപ്പോൾ ചെന്നറിയിച്ചൊരു നേരം മയൻ എന്തോ പറയുന്നത് ചൊന്നാൻ. ഇന്നിതു ദൈവമതമെന്ന് തേറുവിൻ. ഇത് ദൈവമതമാണ്, ഇത് ദൈവത്തിൻ്റെ ഇംഗിതമാണ്, അത് മനസ്സിലാക്കൂ. അപ്പോൾ പിന്നെ അവരെല്ലാം തിരിച്ചു പോകത്തില്ലേ? യുദ്ധം നടന്നാൽ എല്ലാവരും ചത്തുപോകത്തില്ലേ? അങ്ങനെ അവർ പിന്മാറിപ്പോയാലേ പറ്റൂ. കാരണം വെള്ളത്തിൽ മുക്കാനവിടെ വെള്ളം ഇല്ലല്ലോ, പിന്നെ എല്ലാം ചത്തു ഒടുങ്ങത്തില്ലേ? അതുകൊണ്ട് ഇത് ദൈവമതമെന്ന് തേറുവിൻ, അറിവിൻ മയൻ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പം വെള്ളം വെക്കാൻ നോക്കൂ? ആ വെള്ളവും തടാകമൊക്കെ വറ്റിപ്പോയില്ലേ? അതുകൊണ്ട് ഇത് ഈശ്വര നിശ്ചയമാണ്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുവിൻ. അപ്പോഴോ ഭഗവാൻ എന്ത് ചെയ്തു? കോപിച്ചു ശങ്കരൻ തത്തവോ വൈഭവാൽ പാപികളായോരസുര ജനത്തെയും 3 പുരത്തെയും നേത്രാഗ്നി കൊണ്ടുടൻ നന്നായി ദഹിപ്പിച്ചതീശനാമീശ്വരൻ. അദ്ദേഹത്തിന് ദേഷ്യമത്തില് കുറേ നേരം കൊണ്ടേ അസ്ത്രങ്ങൾ ചെയ്യുന്നു. പക്ഷെ ആരെങ്കിലും മരിക്കുന്നവർ ജീവിച്ചവരെന്ന് ഭഗവാൻ അറിയുന്നില്ലല്ലോ. പെട്ടെന്നാണ് ഇത് ഭഗവാന്റെ മായ കൊണ്ട്, മഹാവിഷ്ണുവിൻ്റെ മായ കൊണ്ട് വെള്ളമെല്ലാം അങ്ങ് വറ്റി. അപ്പോഴത്തേക്ക് ഭഗവാൻ ശങ്കരന് ഇതെല്ലാം കൂടെ ഓർത്തപ്പോൾ അങ്ങ് ദേഷ്യം അങ്ങ് പെരുവി. ഭഗവാൻ അടങ്ങിയിരിക്കുമോ? മറ്റൊരു അനുഭവിച്ചേ പറ്റൂ. മയൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഇംഗിതമാണ്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഭഗവാൻ ഇതിനാ അടങ്ങിയിരിക്കുന്ന ശിവൻ. കോപിച്ച് ശങ്കരൻ തത്തപോ വൈഭവാൽ, ഭഗവാന്റെ വൈഭവം, തപസ്സിൻ്റെ വൈഭവം കൊണ്ട് പാപികളായ ഒരു അസുര ജനത്തെയും 3 പുരത്തെയും നേത്രാഗ്നി കൊണ്ട്, ഭഗവാന്റെ അഗ്നിയാകുന്ന നേത്രം കൊണ്ട്, തൃക്കണ്ണും കൊണ്ട്
നന്നായി ദഹിപ്പിച്ച് ഈശനാം ഈശ്വരൻ. അങ്ങനെ ആണ് ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു ഈ പശുവായി ചെന്ന് ഇത്രയും ചെയ്തില്ലെങ്കിൽ അവിടെ ഇത് വരത്തില്ല. അത്രയും ചെയ്തത് ആരാ? അപ്പോൾ ഭഗവാനെ അവിടെ കീർത്തി കൊടുത്തു. പരമേശ്വരൻ എങ്ങനെയാ മഹാവിഷ്ണു ഇങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ ഭഗവാൻ ഇത് ബാക്കിയെല്ലാം ചെയ്തു. ആ 3 പവനങ്ങൾ 3 മാളികകളും അസുരന്മാരെ എല്ലാം ചുട്ടുകരിച്ചു. അങ്ങനെ അന്ന് ത്രിപുരാരി എന്ന നാമത്തെയും വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചതെല്ലാവരും. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ 3 പുരത്തെയും ഭഗവാന്റെ നേത്രാഗ്നി കൊണ്ട് നന്നായി ദഹിപ്പിച്ചപ്പോൾ അന്ന് തൊട്ട് ഭഗവാൻ ഒരു പേര് വന്നു, ത്രിപുരാരി. അതായത് 3 പുരത്തിനെ അരികൾ, ആ 3 പുരത്തിൻ്റെയും ഉടമസ്ഥരൊക്കെ അസുരന്മാരാണല്ലോ. അപ്പോൾ അസുരന്മാരുടെ ശത്രുവാണല്ലോ അപ്പോൾ ഈ അരി. അങ്ങനെ ത്രിപുരാരി എന്ന നാമം ഭഗവാനെ വിളിക്കുന്നു. നമുക്കറിയാം, നമുക്ക് കഥ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഭഗവാനെ നമുക്ക് ത്രിപുരാരി എന്ന പേരുണ്ടെന്ന് അറിയാം. പക്ഷേ കഥ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഭഗവാനെ 3 പുരത്തെ ചുട്ടുകരിച്ചുകൊണ്ടാണ് ഈ പേര് വന്നത്. എനിക്കറിയില്ലായിരുന്നു. ഇത് കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ഒന്ന് വായിച്ചപ്പോഴാണ് അത് അറിയുന്നത്. അതിന് ഇതിങ്ങനെ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ടാണ് ഇത് വായിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടും വായിച്ച് അതൊക്കെ അങ്ങ് മറന്നുപോയി. പിന്നെ ഇപ്പോൾ രണ്ടാമത് ഇപ്പോഴാണ് വായിക്കുന്നത്. എന്നും അങ്ങ് വായിക്കാനൊന്നും ഒക്കത്തില്ല. എന്നും വായിച്ചാൽ മനസ്സിലിരിക്കും. അതുകൊണ്ടാണ് നമുക്കിത് അറിയാത്തത്. എന്നും വായിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കും. അപ്പോൾ അങ്ങനെ ഭഗവാന് ത്രിപുരാരി എന്ന പേര് വന്നു. നാമത്തെയും വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചത് എല്ലാവരും. അങ്ങനെ എല്ലാവരും ദേവന്മാരും എല്ലാവരും വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചു. കാരണം അവിടെ അസുരന്മാരെ തോൽപ്പിച്ചല്ലോ. 3 പുരങ്ങളും മായാവി ചെയ്തു വെച്ചാൽ 3 മാളികളും ചുട്ടുകരിച്ചല്ലോ. പിന്നെ അവരവർ തൻ നിലയങ്ങളിൽ ചെന്ന് സുഖിച്ചു വസിച്ച അമരരും വെച്ചാൽ ദേവന്മാർ പിന്നെ സന്തോഷമായിട്ട് അവരവരുടെ നിലയങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് പോയി. ചിന്മയൻ നിലയങ്ങളിൽ ചെന്ന് സുഖിച്ചു വസിച്ചാർ അമരരും. ചിന്മയൻ ദൈത്യാരിതൻ മഹാമായകൾ നിർമ്മല നമ്മാൽ അവർണ്യമെന്നേ പറയാവിധം. ചിന്മയനായിരിക്കുന്ന ഭഗവാൻ നാരായണൻ ദൈത്യൻ്റെ അരി. ദൈത്യാരി എന്ന് വെച്ചാൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ദൈത്യ അരി. ദൈത്യന്മാരുടെ അസുരന്മാരാണ് ദൈത്യന്മാർ. അസുരന്മാരുടെ ശത്രുവിനെയാണ് ദൈത്യാരി. ആരാ? മഹാവിഷ്ണു നാരായണൻ. ചിന്മയൻ ദൈത്യാരിതൻ മഹാമായകൾ. ഭഗവാൻ മഹാവിഷ്ണു നാരായണൻ്റെ മഹാമായകൾ നമ്മാൽ അവർണ്യമെന്നേ പറയാവും. നമുക്ക് ആർക്കും പറയാനോ ചിന്തിക്കാനോ പറ്റുകയില്ല. അത്രമാത്രം മാഹാത്മ്യമാണ് ഭഗവാന്റെ മായകൾ. ഏവം ത്രിപുര സംഹാരം കഴിപ്പിച്ചു കേവലൻ എന്ന് കേട്ടോരു നരോത്തമൻ ചോദിച്ചു. പിന്നെ വർണ്ണാശ്രമധർമ്മത്തെ മോദമോടെല്ലാം അരുൾ ചെയ്തു മാമുനി. എന്നിട്ട് ഇനി നരോത്തമൻ അത് പരീക്ഷിച്ച് ചോദിക്കുന്നു. ഇത്രയും മനസ്സിലായിട്ട് ചോദിക്കുക, വർണ്ണാശ്രമധർമ്മത്തെ ഇനി എനിക്ക് മോദമോട് സന്തോഷത്തോടെ അതും എനിക്ക് പറഞ്ഞു തരണം എന്ന് മാമുനിയോട് പറയുന്നു. നമുക്ക് വർണ്ണാശ്രമധർമ്മം അത് എല്ലാവരും പഠിക്കേണ്ടതാണ്. നമ്മളൊരു മനുഷ്യൻ നമ്മൾ എന്തായി തീരണം, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണം, ഇതെല്ലാം വർണ്ണങ്ങളുടെ ആശ്രമധർമ്മങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയാമെണ്ണം വായിക്കണം. നമ്മൾ അതുപോലെ പെരുമാറാമെങ്കിൽ നമുക്കും നല്ലൊരു യോഗിയായി പരമാത്മാവിൽ ചേരുന്ന ഒരു നല്ലൊരു സൽപുരുഷനോ സൽപുരുഷിയോ ആകാം. അത് നമ്മളിതെല്ലാം പഠിക്കണം മക്കളെ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.